വെൽക്കം ടു ദീപ്സ് കിച്ചൺ. അപ്പോൾ നമ്മളിന്ന് ദീപ്സ് കിച്ചണിൽ വളരെ വെറൈറ്റി ആയിട്ടൊരു എഗ്ഗ് ബജ്ജി, മുട്ട ബജ്ജിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനൊരു ഫില്ലിങ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങയും കുറച്ച് മുളക് പൊടി, കുറച്ച് ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ചമ്മന്തി അരക്കില്ലേ, അതുപോലെ നമുക്കിതിനൊന്ന് അരച്ചെടുക്കാം. ഇവിടെ ഞാനൊരു 5 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് മുട്ട ഒന്ന് കട്ട് ചെയ്യാം. മുട്ട കട്ട് ചെയ്തിട്ട് പതുക്കെ കട്ട് ചെയ്യണം. മുട്ട കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ യെല്ലോ നമുക്ക് മാറ്റാം. നമുക്ക് ഈ വൈറ്റ് മാത്രം മതി, യെല്ലോ വേണ്ട. ഓക്കെ, എന്താ ഇതുപോലെ എല്ലായിടത്തും മാറ്റിയിട്ട് നമുക്കിങ്ങനെ മുട്ട എടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മിക്സ് തയ്യാറാക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ബൗളിലോട്ട് 1/2 കപ്പ് കടലമാവ്, 1/4 കപ്പ് അരിപ്പൊടി, നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന പത്തിരിപ്പൊടി, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ ബജിക്കൊക്കെ മാവ് തയ്യാറാക്കുന്ന മാതിരി ആ ഒരു ബാറ്റർ തയ്യാറാക്കാം. ഒരുപാട് കട്ടി ആയി പോവല്, ഒരുപാട് ലൂസും ആയി പോവരുത്. ആ ഒരു പരുവത്തിന് വേണം നമ്മളത് തയ്യാറാക്കാനായിട്ട് മാവ്. അപ്പം നമ്മൾ അരിപ്പൊടി ചേർത്തപ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും നമ്മളെ പക്കോട, അല്ലെങ്കിൽ നമ്മളെ ബജ്ജി, മുട്ട ബജ്ജി. നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കറക്റ്റ് പരുവത്തിന് ഇതാക്കി എടുക്കാം. ഈ ഒരു പരുവത്തിന് നമുക്ക് മാവ് കിട്ടണം. അതാ കണ്ടല്ലോ. നമുക്ക് നമ്മൾ അടിപൊളി മുട്ട ബജിക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട്. ചട്നി റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പുതിനയിലയോ മല്ലിയിലയോ കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് പുതിനയില മല്ലിയില ചട്നി ആക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ചൊരു ചെറിയൊരു ഉള്ളിയും കൂടെ വെച്ച് നമുക്ക് ചമ്മന്തി അരയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളിഷ്ടം. നമ്മൾ ബാറ്റർ റെഡി, എല്ലാം റെഡി. ഇനി നമുക്ക് ഇതുപോലെ ഒരു മുട്ട എടുത്തിട്ട് കുറച്ച് ഇതിനകത്ത് നമ്മൾ ആ മഞ്ഞക്കരുവില്ലേ, അതിൻ്റെ ആ ഒരു വലിപ്പത്തിന് ഇത് വെച്ച് കൊടുക്കണം. ഇതുപോലെ വെച്ചിട്ട് നമുക്കിത് അതിൻ്റെ ഈ സൈഡിലൊക്കെ ഇനിയും ഫില്ലിങ് വെക്കാനായിട്ടുണ്ട് സ്പേസ്. അതിനകത്ത് നമുക്കിത് നിറച്ച് വെച്ചെടുക്കാം. വേണ്ടല്ലോ, ഇതുപോലെ എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ നമ്മൾ ഈ ബാറ്ററിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂണ് കൊണ്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ബാറ്റർ കോരി ഒഴിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നിറച്ച് നമ്മളെ ബാറ്റർ കിട്ടണം. ഓക്കെ, വേണ്ടല്ലോ, ഇതുപോലെ എടുത്ത് ഫ്രൈ ചെയ്യാം. ഓയിൽ മീഡിയം ഫ്ലെയിമിൽ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മളെ ഈ ബജ്ജികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കതിനെ പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നിങ്ങളിത് ഫ്രൈ ചെയ്യണം. ഓക്കെ, നമ്മളത് എപ്പോഴും നിങ്ങൾ മുട്ട ബജിയൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് ഓയിൽ കുറച്ച് കൂടുതൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓയിൽ ഒരിക്കലും കുറവ് വെക്കരുത്. നന്നായിട്ട് ഇത് മുങ്ങി താന്ന് ഫ്രൈ ആവുന്ന രീതിയിൽ എപ്പോഴും ഓയിൽ വെക്കണം. അതായത് ഇപ്പോൾ നല്ല ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിപ്പുള്ളത്. ഓക്കെ, ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യണം. അപ്പോഴേ അകമെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം നമ്മൾ അടിപൊളി സ്പെഷ്യൽ എഗ്ഗ് ബജ്ജി ഇതാ റെഡി ആയിട്ടുണ്ട്, മുട്ട ബജ്ജി. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാ കണ്ടല്ലോ, നമ്മൾ അടിപൊളി എഗ്ഗ് ബജ്ജി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നമ്മളിതിൽ പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് നിങ്ങളിതിൽ കൊടുത്ത് ചെയ്തോളൂ ഈ രീതിയിൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി ഈസി സ്നാക്സുമായിട്ട് കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ.